പ്രിയപ്പെട്ട DCL കൂട്ടുകാരെ, ഞാൻ ആദവ് കൃഷ്ണ, സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. ഏവർക്കും കൊച്ചേട്ടന്റെ കത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കാർ ചങ്ങനാശ്ശേരി പെരുന്നകവയിൽ നിന്നും ആലപ്പുഴ റോഡിലേക്ക് കയറി. കുറച്ചുനാൾ മുമ്പ് വരെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന AC റോഡ് യാത്രാക്ലേശത്തിന്റെ പര്യായ പദമായിരുന്നു. AC റോഡിലൂടെയുള്ള യാത്ര ഒട്ടും ഈസി അല്ലായിരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ് ദുരിതപൂർണമായിരുന്ന AC റോഡ് ഇന്ന് പഴയകാല കഥകൾ മാറ്റിയെഴുതി ഏറ്റവും യാത്രാസുഖമുള്ള രാജപാതകളിൽ ഒന്നായി മാറി. ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ആകർഷകമായ കാഴ്ച ഇടതുവശം ചേർന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മനോഹരമായ AC കായലായിരുന്നു. അത് കായലല്ല എന്നും AC റോഡ് നിർമ്മാണത്തിനായി മണ്ണു മാന്തിയെടുത്തപ്പോൾ ഉണ്ടായ കനാൽ ആണെന്നും അറിയാമെങ്കിലും ഈ കനാലിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇതിന് കായൽ എന്ന് വിളിക്കാമെന്ന് കരുതി. കാരണം കനാലിലെ നിറഞ്ഞ വെള്ളത്തിനു മുകളിൽ പായലും പോളയും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പോളയും പായലും കയറി ഈ കനാൽ ഒരു പായൽ പാടം പോലെയായല്ലോ എന്ന് സഹയാത്രികനായ വൈദിക സുഹൃത്തു പറഞ്ഞു. പായൽ കയറി കനാലിന്റെ വ്യക്തിത്വം തന്നെ നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ DCL കൂട്ടുകാരോട് പറയാൻ കുറെ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു. അത് കൂട്ടുകാർക്ക് എഴുതുമ്പോൾ ശീർഷകത്തിന് ഒരു പ്രാസഭംഗി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് AC റോഡിലെ കായലും പായലും എന്ന ശീർഷകം നൽകിയത്. AC റോഡിലെ കനാൽ നിറയെ പോയാലും പോളയും പായലും നിറയുന്നത് നീക്കം ചെയ്യണമെന്നും അത് പള്ളാത്തുരുത്തിയിൽ നിന്ന് 2 വഴികളിലൂടെ തുറന്നുവിടണമെന്നും ആവശ്യപ്പെട്ട് AC കനാൽ സംരക്ഷണ സമിതി നിരന്തരം സമരത്തിലാണ്. പള്ളാത്തുരുത്തിയിൽ നിന്ന് പൂക്കൈത ആറ്റിലൂടെ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്കും പുന്നമടക്കായലിലൂടെ വെമ്മനാട്ടു കായലിലേക്കും ഈ പോളയും പായലും ഒഴുക്കിവിടാമെന്നും അങ്ങനെ കനാൽ തീര നിവാസികളുടെ ജീവിതം സുരക്ഷിതവും ആശ്വാസകരവും ആക്കാമെന്നും നാടിന്റെ നന്മയ്ക്കായി യത്നിക്കുന്ന കനാൽ സംരക്ഷണ സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതോടൊപ്പം വെമ്പനാട്ടുകായലിലെ പായൽ തിന്നു തീർക്കാൻ സർക്കാർ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത നെയോകാറ്റിന എന്ന വണ്ടുകളുടെ AC കനാലിലെ പോളകളിലേക്കും കയറ്റി വിടാനുള്ള പദ്ധതിയും ചർച്ചകളിലുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ചിന്താവിഷയം ഇതിനോട് ചേർത്ത് വായിക്കണം. റോഡ് പണിയാൻ മണ്ണെടുത്തപ്പോൾ രൂപപ്പെട്ട കനാലാണെങ്കിലും വെള്ളം നിറഞ്ഞ AC കനാൽ തീരത്തുകൂടെയുള്ള യാത്ര പകലും രാത്രിയിലും സുന്ദരമായ ദൃശ്യവിരുന്നാണ്. പോള പൂക്കുന്ന കാലത്തു പകൽ യാത്രക്കാർക്ക് ഈ സുന്ദര കാഴ്ച അവർണ്ണീയം തന്നെ. എന്നാൽ പോളപ്പൂക്കൾ ചീയുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം ചീറിപ്പായുന്ന യാത്രക്കാർ അറിയുന്നില്ല. ഇരുകരയിലെയും സാധുക്കളായ നിവാസികളാണ് അനുഭവിക്കുന്നത്. ഇനി AC കനാൽ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ചിന്തിക്കുക. നല്ല തെളിനീര് തിറയുമ്പോൾ കനാൽ ഏറ്റവും പരിസ്ഥിതി സുരക്ഷിതമാകുന്നതുപോലെ മാലിന്യം കലരാത്ത വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് ശ്രേഷ്ഠ സമ്പത്താണ്. എന്നാൽ പല കുട്ടികളുടെയും വ്യക്തിത്വത്തിലേക്ക് പായലും പോളയും പോലെയുള്ള ചില സൗഹൃദങ്ങളും അതുവഴി ചില പുതിയ സ്വഭാവങ്ങളും കടന്നു കയറുന്നുണ്ട്. ആദ്യമൊക്കെ പോളപ്പൂക്കൾ പോലെ അതിൽ പലതും ആകർഷകമായി തോന്നുമെങ്കിലും പോലപ്പൂക്കൾ ചീന് ദുർഗന്ധം പടർന്ന് സമീപവാസികൾക്ക് ജീവിതം അസഹ്യമാക്കുന്നതുപോലെ നമ്മിൽ പലരുടെയും സ്വഭാവവും മോശമായി മാറുന്നുണ്ട്. AC കനാലിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കാണാനേയില്ല. പോള പടർന്ന് കനാൽ പോളപ്പാടം പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അടിയിൽ വെള്ളമില്ലെന്നു കരുതി റോഡിൽ നിന്നും പോളയ്ക്കു മുകളിലൂടെ നടക്കാൻ തുടങ്ങിയാലോ? കൂട്ടുകാരെ, നമ്മുടെ വ്യക്തിത്വത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ അസ്തിത്വത്തെ തന്നെ വിഴുങ്ങിക്കളയുന്ന സൗഹൃദങ്ങളും ശീലങ്ങളും നമ്മൾ നീക്കം ചെയ്യണം. കനാൽ സംരക്ഷണ സമിതി പോലെ നമ്മുടെ ചുറ്റും മാതാപിതാക്കളും ഗുരുജനങ്ങളും നിർദ്ദേശങ്ങളുമായി വരുമ്പോൾ ഹൃദയം തുറന്ന് സ്വീകരിക്കാം. ദുശീലങ്ങളെ പടയെ നശിപ്പിക്കാൻ ശേഷിയുള്ള നല്ല മൂല്യങ്ങളുടെയും ഉറച്ച ബോധ്യങ്ങളുടെയും നെയോകാറ്റിന വണ്ടുകളെ നമ്മുടെ ഉള്ളിലേക്ക് തുറന്നു വിടാം. അപ്പോൾ നാം വീടിനും നാടിനും നന്മയുള്ളവനായി നല്ല തെളിനീര് പോലുള്ള വ്യക്തിത്വങ്ങളാകും. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.